മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ അടുത്തൂൺ പറ്റിയ ഉദ്യോഗസ്ഥരുടെ ഒഴിവു സമയ വേലയായിരുന്ന കാലത്ത് ഇരയാളപക്ഷത്തെ ഉറക്കമില്ലാത്ത കാവലാളായി മുകുന്ദൻ സി മേനോൻ. കാടിനും മലയ്ക്കും കാട്ടുകുരങ്ങിനും വേണ്ടിയുള്ള കാൽപ്പനിക വിലാപങ്ങൾക്കപ്പുറം അസംഘടിതരുടെ, ന്യൂനപക്ഷങ്ങളുടെ, ആദിവാസികളുടെ നൈതിക മനുഷ്യാവകാശങ്ങൾക്കായുള്ള ആക്റ്റീവതയുടെ ആൾരൂപമായി മുകുന്ദൻ സി മേനോൻ. അപ്പോൾ ഈ പീരിയഡുകളാണ് ഏറ്റവും വലിയ ടൈമിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ചെയ്തത്. പിന്നെ കോയമ്പത്തൂർ അതുകൊണ്ടാണ് അന്നത്തെ AICC പ്രസിഡന്റായിട്ടുള്ള സീതാറാം കേസരി പറഞ്ഞത് ഇത് RSS ആണ് ഇതിന്റെ പിന്നിൽ. കോയമ്പത്തൂർ ബോംബ് സ്ഫോടനം. ആഴവും പരപ്പുമുള്ള അനുഭവ സമ്പത്തും നിഷ്കൃഷ്ടമായ അപഗ്രഥനശേഷിയും നിശിതവും നിർഭയപൂർണവുമായ നിലപാടുകളും മേനോനെ മനുഷ്യാവകാശ പോരാട്ടത്തിലെ ഒറ്റയാനാക്കി. ചോദ്യങ്ങളാണ്. മുഖ്യധാര സമരവഴികളിലെ സുഗമ സഞ്ചാരമായിരുന്നില്ല അദ്ദേഹം തെരഞ്ഞെടുത്തത്. അവഗണനയുടെയും അരികുവൽക്കരണത്തിൻ്റെയും ഏകാന്തമായ ഇരുൾമൂലകളിൽ ആരും കേൾക്കാതെ ഉയർന്നു താഴുന്ന വിലാപങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉറക്കം കെടുത്തി. വേണ്ടത്ര മാധ്യമ പരിഗണനയോ പ്രാധാന്യമോ ലഭിക്കാത്ത ദലിത്, ആദിവാസി, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ നൈതിക മനുഷ്യാവകാശ വിഷയങ്ങളിൽ പേടിയും പ്രീണനവുമില്ലാതെ നിലപാടെടുക്കാൻ മേനോന് സാധിച്ചു. അനീതിയും അക്രമവും നിറഞ്ഞ ഇന്ത്യൻ അവസ്ഥയുടെ അടിസ്ഥാന കാരണങ്ങളായി സാവർണ്യത്തെയും അതിനെ പ്രതിനിധീകരിക്കുന്ന ഭരണകൂട സംവിധാനത്തെയും ചൂണ്ടിക്കാട്ടാൻ മുകുന്ദന് മടിയേതുമുണ്ടായിരുന്നില്ല. ജനിമൃതികളുടെ കൂടൊഴിഞ്ഞ് മുകുന്ദൻ യാത്രയാവുമ്പോൾ ബാക്കിയാവുന്നത് നിഷ്കാസിതരുടെയും നിന്ദിതരുടെയും പീഡിതരുടെയും കൂട്ടക്കരച്ചിലുകൾ തന്നെയാണ്. കുടിയൊഴിപ്പിക്കപ്പെട്ട കർഷകരും, മുറിവേറ്റ സ്ത്രീത്വവും, മർദ്ദിതരായ ആദിവാസി അധസ്ഥിത ജനതയും തങ്ങളെ ഗ്രസിച്ച ഇരുളിലും ശൂന്യതയിലും പകച്ചു നിൽക്കെ വിമോചന സ്വപ്നങ്ങളുടെ വീണ്ടെടുപ്പിന് പുതിയ പോരാളികൾക്കായി അടിമകുലം കാത്തുനിൽക്കുകയാണ്. അടിമകളുടെ നെടുവീർപ്പുകൾ സംഘഗീതികളായി ഉയരുന്ന വെളിച്ചത്തിൻ്റെ വിഭാതത്തിന്.